ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മോഡ്യൂൾ 4 റാൻഡം പ്രോസസ്സിൻ്റെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് എക്സ് ഓഫ് ടി ഈക്വൽ ടു എ കോസ് ഒമേഗ ടി മൈനസ് ബി സൈൻ ഒമേഗ ടി വെയർ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ഫോളോയിങ് n0 സിഗ്മ സ്ക്വയർ ദെൻ ഷോ ദാറ്റ് എക്സ് ഓഫ് ടി ഈസ് എ WSS. നമുക്ക് എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്, എന്നിട്ട് എന്ത് പറഞ്ഞ് എയും ബിയും ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ആണ് എങ്കിൽ എക്സ് ഓഫ് ടി എന്താണെന്ന് പ്രൂവ് ചെയ്യണം? WSS ആണെന്ന് പ്രൂവ് ചെയ്യണം. എക്സ് ഓഫ് ടി WSS ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുന്നത്? എക്സ് ഓഫ് ടി WSS ആണെങ്കിൽ ഇത് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എന്താ? ഇ ഓഫ് എക്സ് ഓഫ് ടി കോൺസ്റ്റൻ്റ് ആയിരിക്കണം, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ആർ എക്സസ് ഓഫ് T1 T2 എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് T1 മൈനസ് T2 ആയിരിക്കണം. ആർ എക്സസ് ഓഫ് T1 T2 ഇസ് എ ഫംഗ്ഷൻ ഓഫ് T1 മൈനസ് T2. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമ്മുടെ എക്സ് ഓഫ് ടി ആരാണ്? എ കോസ് ഒമേഗ ടി മൈനസ് ബി സൈൻ ഒമേഗ ടി. ഫസ്റ്റ് തന്നിട്ടുണ്ട് എയും ബിയും എന്ത് റാൻഡം വേരിയബിൾസാ? ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ഫോളോയിങ് ഏത്? n0 സിഗ്മ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 0 ആൻഡ് വേരിയൻസ് സിഗ്മ സ്ക്വയർ. അപ്പം എന്തെഴുതാം നമുക്ക്? മീൻ എന്ന് പറയുന്നത് 0 മീൻ 0 ആണ്. എയുടെയും ബിയുടെയും മീൻ എന്താ? 0 ആണ്. അപ്പം ഇ ഓഫ് എ ഈക്വൽ ടു ഇ ഓഫ് ബി ഈക്വൽ ടു എന്താ? 0. ഇ ഓഫ് എ ഈക്വൽ ടു ഇ ഓഫ് ബി ഈക്വൽ ടു 0. അടുത്ത് എന്താ? വേരിയൻസ് എന്താ? സിഗ്മ സ്ക്വയർ. അപ്പം വേരിയൻസ് ഓഫ് എ ഈക്വൽ ടു വേരിയൻസ് ഓഫ് ബി ഈക്വൽ ടു സിഗ്മ സ്ക്വയർ. വേരിയൻസ് ഓഫ് എ ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ആണെങ്കിൽ വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താ? ഇ ഓഫ് എ സ്ക്വയർ മൈനസ് ഇ ഓഫ് എ ദ ഹോൾ സ്ക്വയർ. അത് ഈക്വൽ ടു എന്ത് വരും? സിഗ്മ സ്ക്വയർ. അപ്പം ഇ ഓഫ് എ എന്തായിരുന്നു? 0 ആയിരുന്നു. അപ്പോൾ ഇവിടെ 0 എടുക്കുമ്പോൾ എന്തിട്ടും? ഇ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ സ്ക്വയർ. സിമിലർലി ഇ ഓഫ് ബി സ്ക്വയർ എന്താവും? സിഗ്മ സ്ക്വയർ ആവും. ഇനി നമുക്ക് ഇ ഓഫ് എ ബി വേണം. ഇ ഓഫ് എ ബി എന്താ? ഇ ഓഫ് എ ഇൻറ്റു ഇ ഓഫ് ബി. അതെന്താ ഇ ഓഫ് എ ഇൻറ്റു ഇ ഓഫ് ബി എന്ന് എഴുതുന്നത്? എയും ബിയും ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ ഇ ഓഫ് എ ബി ഈക്വൽ ടു ഇ ഓഫ് എ ഇൻറ്റു ഇ ഓഫ് ബി ആയിരിക്കും. ഇ ഓഫ് എയും ഇ ഓഫ് ബി 0 ആണ്. അപ്പോൾ ഇ ഓഫ് എ ബി എന്താവും? 0 ആവും. ഓക്കെ, ഇനി നമുക്ക് എക്സ്പെക്ടേഷൻ എന്താണെന്ന് നോക്കാം എക്സ് ഓഫ് ടിയുടെ. അപ്പം ഇ ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇ ഓഫ് കോസ് ഒമേഗ ടി മൈനസ് ബി സൈൻ ഒമേഗ ടി. എക്സ്പെക്ടേഷൻ ഇങ്ങോട്ട് എടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? കോസ് ഒമേഗ ടി ഇൻറ്റു ഇ ഓഫ് എ മൈനസ് ഇ ഓഫ് ബി ഇൻറ്റു സൈൻ ഒമേഗ ടി. ഇ ഓഫ് എയും ഇ ഓഫ് ബി എന്താ? 0 ആണ്. അപ്പോൾ ഇ ഓഫ് എക്സ് ഓഫ് ടി എന്തെന്ന് കിട്ടും? 0. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് ഇ ഓഫ് എക്സ് ഓഫ് ടി എന്തായി? ഒരു കോൺസ്റ്റൻ്റ് ആയി. നെക്സ്റ്റ് ഈസ് ആർ എക്സസ് ഓഫ് T1 T2. ആർ എക്സസ് ഓഫ് T1 T2 ഈക്വൽ ടു ഇ ഓഫ് എക്സ് ഓഫ് T1 ഇൻറ്റു എക്സ് ഓഫ് T2. എക്സ് ഓഫ് T1 ആരായിരുന്നു? എ കോസ് ഒമേഗ T1 മൈനസ് ബി സൈൻ ഒമേഗ T1 ഇൻറ്റു എ കോസ് ഒമേഗ T2 മൈനസ് ബി സൈൻ ഒമേഗ T2. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അപ്പം എ ഇൻറ്റു എ സ്ക്വയർ കോസ് ഒമേഗ T1 കോസ് ഒമേഗ T2 മൈനസ് എ ബി സൈൻ ഒമേഗ T1 കോസ് ഒമേഗ T2 പ്ലസ് എ ബി കോസ് ഒമേഗ T1 സൈൻ ഒമേഗ T2 പ്ലസ് ബി സ്ക്വയർ സൈൻ ഒമേഗ T1 സൈൻ ഒമേഗ T2. എന്നിട്ട് നമ്മൾ എക്സ്പെക്ടേഷൻ എടുക്കുന്നു. അപ്പോൾ കോസ് ഒമേഗ T1 ഇൻറ്റു കോസ് ഒമേഗ T2 ഇൻറ്റു ഇ ഓഫ് എ സ്ക്വയർ മൈനസ് സൈൻ ഒമേഗ T1 ഇൻറ്റു സൈൻ കോസ് ഒമേഗ T2 ഇൻറ്റു ഇ ഓഫ് എ ബി പ്ലസ് കോസ് ഒമേഗ T1 ഇൻറ്റു സൈൻ ഒമേഗ T2 ഇൻറ്റു ഇ ഓഫ് എ ബി പ്ലസ് ഇ ഓഫ് ബി സ്ക്വയർ ഇൻറ്റു സൈൻ ഒമേഗ T1 ഇൻറ്റു സൈൻ ഒമേഗ T2. ഇനി നമുക്കറിയാം ഇ ഓഫ് എ സ്ക്വയറും ഇ ഓഫ് ബി സ്ക്വയറും എന്താണെന്ന്? സിഗ്മ സ്ക്വയർ ആണെന്ന് അറിയാം. ഇ ഓഫ് എ സ്ക്വയറും ഇ ഓഫ് ബി സ്ക്വയർ എന്താണെന്ന് കൊടുത്ത്? സിഗ്മ സ്ക്വയർ. ഇനി ഇ ഓഫ് എ ബി എന്താണെന്ന് പ്രൂവ് ചെയ്ത്? 0. അപ്പം ഈ രണ്ട് ടൈം എന്താവും? 0 ആവും. ഇത് രണ്ട് വരത്തുള്ളൂ. അവിടെ നിന്ന് രണ്ടിടത്ത് നിന്നും കൂടെ സിഗ്മ സ്ക്വയർ ഇനി കോമൺ എടുക്കുമ്പോൾ സിഗ്മ സ്ക്വയർ ഇൻറ്റു കോസ് ഒമേഗ T1 ഇൻറ്റു കോസ് ഒമേഗ T2 പ്ലസ് സൈൻ ഒമേഗ T1 ഇൻറ്റു സൈൻ ഒമേഗ T2. ദാറ്റ് ഈസ് സിഗ്മ സ്ക്വയർ ഇൻറ്റു കോസ് എ കോസ് ബി പ്ലസ് സൈൻ എ സൈൻ ബി എന്ത് കിട്ടും? കോസ് ഓഫ് എ മൈനസ് ബി. അപ്പോൾ കോസ് ഓഫ് ഒമേഗ T1 മൈനസ് ഒമേഗ T2 ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ ഇൻറ്റു കോസ് ഓഫ് ഒമേഗ ഇൻറ്റു T1 മൈനസ് T2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആർ എക്സസ് ഓഫ് T1 T2 ഇസ് എ ഫംഗ്ഷൻ ഓഫ് T1 മൈനസ് T2. നമുക്ക് നേരത്തെ കിട്ടിയായിരുന്നു ഇ ഓഫ് എക്സ് ഓഫ് ടി ഒരു കോൺസ്റ്റൻ്റ് ആണെന്നും. ഇവിടെ എന്ത് കിട്ടി? ആർ എക്സസ് ഓഫ് T1 T2 ഇസ് എ ഫംഗ്ഷൻ ഓഫ് T1 മൈനസ് T2. ദെയർഫോർ എക്സ് ഓഫ് ടി എന്തായി? ഒരു WSS ആയി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പവർ സ്പെക്ട്രൽ density function of the WSS process whose autocorrelation function is e raised to minus alpha tau square. ഓക്കെ, പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ആണ്. നമ്മൾ നേരത്തെ ചെയ്തത് WSS ആയിരുന്നു. ഇതെന്താണ്? പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. ആ മോഡുള്ള ലാസ്റ്റ് ടോപ്പിക്ക്. ഇതിനകത്തുനിന്ന് ഷുവറായിട്ട് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ഉള്ളതാണ്. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഇവിടെ ആരെ ചോദിച്ചിരിക്കുന്നത്? എസ് ഓഫ് ഒമേഗ. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എസ് ഓഫ് ഒമേഗ ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ. ദാറ്റ് ഈസ് ഈക്വൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എടുത്ത് ആർ ഓഫ് ടോ. ആർ ടോ കോറിലേഷൻ ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. ഇ റേസ് ടു മൈനസ് ആൽഫ ടോ സ്ക്വയർ. അപ്പോൾ എന്ത് വരും?
ഇ റേസ് ടു മൈനസ് ആൽഫ ടോ സ്ക്വയർ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടോ ഡി ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. നമുക്കതിനെ കമ്പൈൻ ചെയ്ത് എഴുതുമ്പം ഇ റേസ് ടു മൈനസ് ഓഫ് ആൽഫ ടോ സ്ക്വയർ പ്ലസ് ഐ ഒമേഗ ടോ ഡി ടോ. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഒരു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമിൽ എഴുതാൻ നോക്കുവാണ്. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമിൽ എഴുതുമ്പം ഇവിടെ എന്ത് വരുന്നത് നോക്കിയേ, ഇ റേസ് ടു മൈനസ് എനിക്ക് ആൽഫ ടോ സ്ക്വയറിനെ റൂട്ട് ആൽഫ ഇൻറ്റു ടോ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാമല്ലോ. റൂട്ട് ആൽഫ ഇൻറ്റു ടോ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ റൂട്ട് ആൽഫ ഇൻറ്റു ടോ ദ ഹോൾ സ്ക്വയർ പ്ലസ് ഐ ഒമേഗ ടോ പ്ലസ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ടോയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫ് എടുക്കുന്നത്. അപ്പോൾ എന്ത് വരും, ഐ ഒമേഗ ബൈ 2. എന്നിട്ട് ഇവിടെ റൂട്ട് ആൽഫ ടോ ഉള്ളതുകൊണ്ട് ആ ഒരു റൂട്ട് ആൽഫയും കൂടെ എടുത്ത്, അപ്പോൾ ഐ ഒമേഗ ടോ ബൈ 2 റൂട്ട് ആൽഫ. അതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്ത്, ഹാഫിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്ത്, ഓക്കെ. ഇതിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്ത്. ഇതെന്തിനും ഇങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയത്തിനെയും എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമിൽ എഴുതാനാണ്. അപ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്തുവാ, എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒരു റൂട്ട് ആൽഫ ഉണ്ട്, അതിവിടെ വരുമ്പോൾ ക്യാൻസലായി പോകാനാണ് ഇവിടെ എന്ത് കൊടുത്തത്, ഒരു റൂട്ട് ആൽഫ കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ഇത്രയും പകരം എന്ത് കൊടുക്കാം, ഇ റേസ് ടു മൈനസ് റൂട്ട് ആൽഫ ടോ പ്ലസ് ഐ ഒമേഗ ബൈ 2 റൂട്ട് ആൽഫ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇതിങ്ങനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതി. അപ്പോൾ എന്ത് വരും, ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 ആൽഫ ഡി ടോ. ഓക്കെ, ഇനി ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 ആൽഫ ഇങ്ങനെ ഔട്ട് സൈഡ് എടുത്ത് ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് റൂട്ട് ആൽഫ ടോ പ്ലസ് ഐ ഒമേഗ ബൈ 2 റൂട്ട് ആൽഫ ദ ഹോൾ സ്ക്വയർ ഡി ടോ. ഇനി നമ്മൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ആർക്കാ, റൂട്ട് ആൽഫ ടോ പ്ലസ് ഐ ഒമേഗ ബൈ 2 റൂട്ട് ആൽഫയ്ക്ക് യു എന്ന് കൊടുത്ത്. അപ്പം ഡി യു ആര് വരും, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ടോയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, നമുക്കിവിടെ ടോയാണ് വേണ്ടത്. അപ്പോൾ ഏതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ടോയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും, റൂട്ട് ആൽഫ ഇൻറ്റു ടോയുടെ ഡെറിവേറ്റീവ് ഡി ടോ. അപ്പം ഡി ടോയ്ക്ക് എന്ത് കൊടുക്കാം, ഡി ടോ ഈക്വൽ ടു ഡി യു ബൈ റൂട്ട് ആൽഫ. ഇനി ഇവിടെ ചേഞ്ച് എന്തോ, ലിമിറ്റ് ടോ ഇൻഫിനിറ്റി ആകുമ്പം യു എന്താവും, ഇൻഫിനിറ്റി ആവും. ടോ മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ യു എന്തായിരിക്കും, മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 ആൽഫ ഇൻറ്റു ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് യു സ്ക്വയർ ഡി യു ബൈ റൂട്ട് ആൽഫ. ഓക്കെ, ഡി യു ബൈ റൂട്ട് ആൽഫ. അപ്പം ഈ 1 ബൈ ആൽഫ ഇങ്ങ് വന്ന് നമുക്കിനി ഈ റിസൾട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് യു സ്ക്വയർ ഡി യു എന്ന് പറയുന്നത് എന്താ, റൂട്ട് പൈ. അപ്പം ഈ ഇൻ്റഗ്രലിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം, റൂട്ട് പൈ കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും, ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 ആൽഫ ഇൻറ്റു റൂട്ട് പൈ ബൈ ആൽഫ. അപ്പം ഈ പ്രോബ്ലം ചെയ്ത് വെച്ചിരിക്കണം. ഈ പ്രോബ്ലത്തിൽ നമ്മുടെ ഈ സ്റ്റെപ്പ് ഒന്ന് നോക്കി വെച്ചിരിക്കണം. ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഐ ഒമേഗ ടോയുടെ കോഎഫിഷ്യൻറ്റിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ ആഡ് ചെയ്ത് സബ്ട്രാക്റ്റും ചെയ്യും. ഇവിടെ ടോയുടെ ഒരു റൂട്ട് ആൽഫയും കൂടെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒരു റൂട്ട് ആൽഫ കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആ സെയിം ഇയറിൽ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, given sx of omega equal to omega square plus 9 by omega raised to 4 plus 5 omega square plus 4, find the autocorrelation function and mean square value of the power. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ ക്വസ്റ്റ്യനും ഇത് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ്, ഇത് ഇതുപോലെ പഠിച്ചു വെച്ചിരുന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളേ. ഓക്കെ, ദെൻ ആർ എക്സ് എസ് ഓഫ് ടോ ഈക്വൽ ടു 1/2 പൈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എസ് എക്സ് ഓഫ് ഒമേഗ ഇ റേസ് ടു ഐ ഒമേഗ ടോ ഡി ഒമേഗ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 പൈ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഒമേഗ സ്ക്വയർ പ്ലസ് 9 ബൈ ഒമേഗ റേസ് ടു 4 പ്ലസ് 5 ഒമേഗ സ്ക്വയർ പ്ലസ് 4 ഇ റേസ് ടു ഐ ഒമേഗ ടോ ഡി ഒമേഗ. ഓക്കെ, നമ്മളിവിടെ ഒമേഗ സ്ക്വയർ പ്ലസ് 9 ബൈ ഒമേഗ റേസ് ടു 4 പ്ലസ് 5 ഒമേഗ സ്ക്വയർ പ്ലസ് 4നെ സെപ്പറേറ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഡിനോമിനേറ്ററിലുള്ളത് എന്താ, ഒമേഗ റേസ് ടു 4 പ്ലസ് 5 ഒമേഗ സ്ക്വയർ പ്ലസ് 4. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം, ഏതൊക്കെ നമ്പർ ആഡ് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4ഉം ആഡ് ചെയ്യുമ്പോൾ 5ഉം കിട്ടുന്നത് 4ഉം 1ഉം. അപ്പം നമുക്കിതിനെ എന്തെന്ന് എഴുതാൻ പറ്റും, ഇവിടെ ഒമേഗ റേസ് ടു 4 ഒമേഗ സ്ക്വയർ, അപ്പം ഒമേഗ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഒമേഗ സ്ക്വയർ പ്ലസ് 1, ഒമേഗ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഒമേഗ സ്ക്വയർ പ്ലസ് 1. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ഒമേഗ സ്ക്വയർ പ്ലസ് 4 ഉള്ളതുകൊണ്ട് നമ്മൾ ന്യൂമറേറ്ററിൽ 9 എന്തെന്ന് എഴുതാൻ പറ്റും, 4 പ്ലസ് 5 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എന്നിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യാനാണ്. അപ്പോൾ ഒമേഗ സ്ക്വയർ പ്ലസ് 4 ബൈ ഒമേഗ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഒമേഗ സ്ക്വയർ പ്ലസ് 1 പ്ലസ് 5 ബൈ ഒമേഗ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഒമേഗ സ്ക്വയർ പ്ലസ് 1. ഒമേഗ സ്ക്വയർ പ്ലസ് 4 ഒമേഗ സ്ക്വയർ പ്ലസ് 4ഉം ക്യാൻസൽ ചെയ്ത് കിട്ടും 1 ബൈ ഒമേഗ സ്ക്വയർ പ്ലസ് 1 പ്ലസ് 5 ബൈ ഒമേഗ സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു ഒമേഗ സ്ക്വയർ പ്ലസ് 1.
ഓക്കെ, ഇനി നമ്മൾ ഇതിനെ മാത്രം സെപ്പറേറ്റ് എടുത്തിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാതിട്ട് സെപ്പറേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ 5/ω² + 1 × ω² + 4 × ω² + 1 എങ്ങനെ എഴുതാം? a/ω² + 4 + b/ω² + 1. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ എന്ത് കിട്ടും? 5 = ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം a × ω² + 1 + b × ω² + 4. ഇനി നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് a ആൻഡ് b. ഇനി നമ്മൾ എന്ത് ചെയ്യും? ω² എന്ത് ഇക്വേറ്റ് ചെയ്യും? കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ω² കോഎഫിഷ്യൻ്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അതെന്താവും? 0 പ്ലസ് ഈ 0 = a, ഇവിടെ എന്തുണ്ട്? b. അപ്പോൾ 0 = a + b. ഇനി കോൺസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്യുന്നു. കോൺസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ 5 ഉണ്ട്, ഇവിടെ ആരുണ്ട് കോൺസ്റ്റൻറ്റ്? a ഉണ്ട്, ഇവിടെ ആരുണ്ട്? 4b. അപ്പോൾ a = a, 5 = a + 4. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? b = 5/3 ഉം a = -5/3. അപ്പോൾ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. അപ്പം ഈ a എന്ന് പറയുന്നത് എന്ത് കൊടുക്കണം? -5/3 ഉം b എന്ന് പറയുന്നത് 5/3. അപ്പോൾ ω² + 9/ω⁴ + 5ω² + 4 = 1/ω² + 1 - 5/3 × 1/ω² + 4 + 5/3 × 1/ω² + 1. എന്നിട്ട് ഇത് രണ്ടും കൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുന്നു. അപ്പോൾ എന്ത് കിട്ടും? 8/3 1/ω² + 1 - 5/3 1/ω² + 4. ഇനി നമ്മുടെ ഇക്വേഷനിൽ കൊടുക്കുന്നത് എന്താ? r(x(τ) = 1/2π ദിസ് ഇൻറ്റു e⁻⁴ dω. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്ത് അപ്പോൾ 8/3 × 1/2π ∞ to ∞ 1/ω² + 1 e⁻⁴ dω -5/3 × 1/2π ∞ to ∞ 1/ω² + 1 e⁻⁴ dω. ഇനി നിങ്ങളിവിടെ ഒരു റിസൾട്ട് നോക്കി വെക്കണം. എന്താണെന്നറിയാവോ? 1/π ∞ to ∞ α/α² + ω² e⁻⁴ dω e⁻ α എന്താ? 1/π ∞ to ∞ α/α² e⁻⁴ dω എന്ന് പറഞ്ഞാൽ എന്താ? e⁻⁴ അപ്പോൾ നമ്മൾ അവിടെ ഇക്വേഷനിലോട്ട് നോക്കാം. നമ്മുടെ ഇക്വേഷനകത്ത് 8/3 ഉണ്ട്, ഒരു 1/2 ഇങ്ങ് മാറ്റി വെച്ചാൽ ബാക്കി ഇത് ഈ ഫോമിലാകത്തില്ലേ? 1/π α² + ω². ഇവിടെയൊക്കെ നമുക്ക് α 1 ആയിട്ട് എടുത്താൽ പോരെ. അപ്പോൾ 1/ω² + 1² e⁻⁴ dω. അങ്ങനെയാണെങ്കിൽ ഇതിന് ഇത്രയും നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? e⁻⁻ കേട്ടോ. അപ്പം e⁻⁻ ഇവിടെ എത്ര? 1. അപ്പോൾ e⁻⁻ കേട്ടോ. സിമിലർലി ഇവിടെ എന്ത് ചെയ്യാം? 5/3 × 1/2 മാറ്റിയിട്ട് ഇത് ഇത്രയും എടുക്കുമ്പം ഇവിടെ ആൽഫ ആരായിട്ട് നോക്കും? ω² + α². അപ്പോൾ ആൽഫ ഇവിടെ ആരാ? 2² വരണം. അപ്പം മേളിലൊരു 2 വരേണ്ടതെന്നായിരുന്നു. ആ 2 ഇല്ലല്ലോ. അപ്പം നമുക്കിവിടെ ബൈ ഒരു 2 കൊടുക്കണ്ടേ? അപ്പം e⁻⁻ ഇവിടുത്തെ ആൽഫ 2 ആയതുകൊണ്ട് e⁻⁻2 കേട്ടോ /2. That is equal to 4/3 e⁻⁻ കേട്ടോ -5/12 e⁻⁻2 കേട്ടോ. അപ്പം ഈ പ്രോസസ്സ് ഇത് ചെയ്ത് പഠിച്ചു വെച്ചിരുന്നാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മളോട് മീൻ സ്ക്വയർ വാല്യൂ ചോദിച്ചിട്ടുണ്ട്. മീൻ സ്ക്വയർ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ? e(x²t) എന്ന് പറഞ്ഞാൽ r(x(0). r(x(0) ആണ് മീൻ സ്ക്വയർ വാല്യൂ. അപ്പോൾ r(x(0) എന്ത് വരും? നമ്മളിത് r(x(τ) ചെയ്തതിനകത്ത് എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പോൾ 4/3 -5/12 = 11/12. ഓക്കെ, നെക്സ്റ്റ് ഡിസംബർ 2019 ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ മോഡ്യൂളിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഒന്ന് എന്തായിരിക്കും? WSS അതിൻ്റെ ഒരു ക്വസ്റ്റ്യനും പിന്നെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടേതും. ഓക്കെ, ഇവിടുത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് ദ WSS പ്രോസസ് ഹൂസ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഈസ് a² e⁻⁻2α മോഡുട്ടോ. അപ്പം Sx of ω = ∞ to ∞ r(x(τ) e⁻⁻iωt dτ. That is equal to ∞ to നമ്മുടെ r(x(τ) ആരാ? a² e⁻²2α മോഡുട്ടോ ഇൻറ്റു e⁻iωt dτ. That is equal to a² ∞ to e⁻²α മോഡുട്ടോ e⁻iωt dτ. ഇവിടെ നമ്മൾ നേരത്തെ പോലെ ഒരു റിസൾട്ട് പഠിച്ചു വെച്ചിരിക്കണം. ∞ to e⁻α മോഡുട്ടോ e⁻iωt dτ എന്ന് പറഞ്ഞാൽ 2α/α² + ω². ഓക്കെ, അപ്പം ഇവിടെ എന്ത് വരും? a² × 2 ആൽഫ. ഇവിടുത്തെ ആൽഫയ്ക്ക് വരെ ഇവിടെ എന്താ ഉള്ളത്? 2α. അപ്പോൾ എന്ത് കൊടുക്കണം? 2α/2α² + ω². ഓക്കെ, ദാറ്റ് ഈസ് ഇക്വൽ ടു 4α × a² /4α² + ω². അപ്പം ഈ റിസൾട്ട് ബൈഹെർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയിൽ ഇങ്ങനെ പ്രോബ്ലംസ് ചെയ്യുമ്പം ഇങ്ങനെ കുറച്ച് റിസൾട്ടുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If x of t is a random process with mean 3,
ആർ ഓഫ് ടി വൺ ടി ടു ഈക്വൽ ടു 9 പ്ലസ് 4 ഇ റേസ് ടു മൈനസ് മോഡ് ടി വൺ മൈനസ് ടി ടു ബൈ 5. ഫൈൻഡ് വി ഓഫ് എക്സ് ഓഫ് 5, വേരിയൻസ് ഓഫ് എക്സ് ഓഫ് 5, വേരിയൻസ് ഓഫ് എക്സ് ഓഫ് 8, കോവേരിയൻസ് ഓഫ് എക്സ് ഓഫ് 5, എക്സ് ഓഫ് 8. ഓക്കെ, ഫസ്റ്റ് മീൻ എന്താന്ന് തന്നിട്ടുണ്ട് 3. അപ്പം ഇ ഓഫ് എക്സ് ഓഫ് ടി എത്ര? 3. മീൻ 3 ആണ്. ഏത് ടീക്കും മീനിൻ്റെ വാല്യൂ എത്ര? 3. നമുക്കിവിടെ 5ഉം 8ഉം ആണ് നമ്മുടെ ടീകളെങ്കിൽ നമുക്ക് ഇ ഓഫ് എക്സ് ഓഫ് 3 എന്ത് തന്നെ? എക്സ് ഓഫ് 5 എത്ര? 3. ഇ ഓഫ് എക്സ് ഓഫ് 8 എന്ത് തന്നെ? 3. അതായത് ടിയെ ഈ വാല്യൂ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പം ഇ ഓഫ് എക്സ് ഓഫ് 5ഉം 3 ആയിരിക്കും, ഇ ഓഫ് എക്സ് ഓഫ് 8ഉം എന്തായിരിക്കും? 3 ആയിരിക്കും. വേരിയൻസ് ഓഫ് എക്സ് ഓഫ് 5 ആണ് വേണ്ടുന്നത്. വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താ? ഇ ഓഫ് എക്സ് സ്ക്വയർ 5 മൈനസ് ഇ ഓഫ് എക്സ് ഓഫ് 5 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് ആരെ വേണം? ഇ ഓഫ് എക്സ് സ്ക്വയർ 5 വേണം. അപ്പോൾ ഇ ഓഫ് എക്സ് സ്ക്വയർ 5 എങ്ങനെ കിട്ടും? ഇ ഓഫ് എക്സ് സ്ക്വയർ 5 എന്ന് പറഞ്ഞാൽ ആരാ? ഇ ഓഫ് എക്സ് ഓഫ് 5 എക്സ് ഓഫ് 5 ഇതെന്ന് പറഞ്ഞാൽ ആരാ? ഇ ഓഫ് എക്സ് ഓഫ് ടി വൺ എക്സ് ഓഫ് ടി ടു എന്ന് പറഞ്ഞാൽ ആർ ഓഫ് ടി വൺ ടി ടു അല്ലേ? ഇവിടെ 5 അല്ലേ ടി വണ്ണും ടി ടുവും? അപ്പോൾ എന്ത് വരും? ആർ ഓഫ് 5. അപ്പം ആർ ഓഫ് 5 എന്ന് ചെയ്താൽ നമ്മുടെ ആർ ഓഫ് ടി വൺ ടി ടുവിൽ ടി വണ്ണും ടി ടുവിനും എന്ത് കൊടുക്കണം? 5 കൊടുക്കണം. അപ്പോൾ എന്ത് കിട്ടും? 9 പ്ലസ് 4 ഇ റേസ് ടു മൈനസ് മോഡ് 5 മൈനസ് 5 ബൈ 5. അപ്പോൾ ഇതെന്താവും? 5 മൈനസ് 5 0. അപ്പോൾ ഇ റേസ് ടു 0 1. അപ്പോൾ 9 പ്ലസ് 4 എന്താവും? 13 ആവും. അപ്പോൾ ഇതാരെ കിട്ടിയത്? ഇ ഓഫ് എക്സ് സ്ക്വയർ 5. ഓക്കെ, അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് ഓഫ് 5 എന്ത് വരും? ഇ ഓഫ് എക്സ് സ്ക്വയർ 5 13 കിട്ടി. 13 മൈനസ് ഇ ഓഫ് എക്സ് ഓഫ് 5 3 ആണ്. അപ്പോൾ 13 മൈനസ് 3 സ്ക്വയർ എന്ത് കിട്ടും? 4 കിട്ടും. സിമിലർലി നമുക്ക് ആരെയും ചെയ്യാൻ പറ്റും? വേരിയൻസ് ഓഫ് എക്സ് ഓഫ് 5. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അതുപോലെ തന്നെ ഇനി നമുക്ക് എന്ത് വേണം? കോവേരിയൻസ് ഓഫ് എക്സ് ഓഫ് 5 ഇൻറ്റു എക്സ് ഓഫ് 8. കോവേരിയൻസ് ഇക്വേഷൻ എന്താ? ഇ ഓഫ് എക്സ് ഓഫ് 5 ഇൻറ്റു എക്സ് ഓഫ് 8 മൈനസ് ഇ ഓഫ് എക്സ് ഓഫ് 5 ഇൻറ്റു ഇ ഓഫ് എക്സ് ഓഫ് 8. അപ്പോൾ ഇ ഓഫ് എക്സ് ഓഫ് 5 ഇൻറ്റു എ ഓഫ് എക്സ് ഓഫ് 8 എന്ന് പറഞ്ഞാൽ ആരാ? ആർ ഓഫ് 5, 8. ആർ ഓഫ് 5 8 എന്ന് പറഞ്ഞാൽ 9 പ്ലസ് 4 ഇൻറ്റു ഇ റേസ് ടു മോഡ് 5 മൈനസ് 8 ബൈ 5. അപ്പോൾ എന്നിട്ട് 9 പ്ലസ് 4 ഇ റേസ് ടു മൈനസ് 0.6. അപ്പോൾ കോവേരിയൻസ് ഓഫ് എക്സ് ഓഫ് 5 എക്സ് ഓഫ് 8 എന്ന് പറഞ്ഞാൽ ദിസ് മൈനസ് ഇ ഓഫ് എക്സ് ഓഫ് 5 ഇൻറ്റു ഇ ഓഫ് എക്സ് ഓഫ് 8. ഇത് രണ്ടും 3 3 ആയിരുന്നല്ലോ. അപ്പോൾ 9 കിട്ടും. അപ്പോൾ 9 കൂടെ ക്യാൻസൽ ആകുമ്പോൾ എന്ത് കിട്ടും? 4 ഇ റേസ് ടു മൈനസ് 6. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് എന്തെന്ന് അറിഞ്ഞിരിക്കണം? ഇ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻറ്റു ഇ ഓഫ് എക്സ് ഓഫ് ടി ടു ആർ ഓഫ് ടി വൺ ടി ടു. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Let x of t equal to a cos 50t plus theta, where a and theta are independent random variables. A is a random variable with mean 0 and variance 1, and theta is uniformly distributed in minus pi pi. Show that x of t is WSS. Okay. അപ്പം ആ ക്വസ്റ്റ്യൻ ഡബ്ല്യു എസ് എസ് എന്ന് പ്രൂവ് ചെയ്യണം. ഡബ്ല്യു എസ് എസ് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ വേണം? എക്സ്പെക്റ്റേഷൻ ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ആർ ഓഫ് ടി വൺ ടി ടു ഇസ് എ ഫംഗ്ഷൻ ഓഫ് ടി വൺ മൈനസ് ടി ടു എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഓക്കെ, നോക്കൂ, ഇവിടെ എയും തീറ്റയുമാണ് ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ്. എയുടെ എന്ത് തന്നിട്ടുണ്ട്? മീൻ 0യും വേരിയൻസ് 1. അപ്പം ഇ ഓഫ് 0 ഈക്വൽ ടു ഇ ഓഫ് എ ഈക്വൽ ടു 0, വേരിയൻസ് ഓഫ് എ ഈക്വൽ ടു 1. വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താ? ഇ ഓഫ് എ സ്ക്വയർ മൈനസ് ഇ ഓഫ് എ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1, വിച്ച് ഇംപ്ലൈസ് ഇ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു 1. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? തീറ്റ എന്ന് പറയുന്നത് എന്ത് വേരിയബിൾ ആണെന്ന്? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾ. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് റാൻഡം വേരിയബിൾ ആണ്. അതിൻ്റെ പി ഡി എഫ് എന്താ? ഓഫ് തീറ്റ ഈക്വൽ ടു 1/b മൈനസ് എ. അപ്പോൾ പൈ മൈനസ് പൈ വരും. അപ്പോൾ 1/2π മൈനസ് പൈ ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ പൈ 0 അതർവൈസ്. അപ്പം തീറ്റയുടെ എന്തും കിട്ടി? പി ഡി എഫും കിട്ടി. ഓക്കെ, അപ്പം ഇ ഓഫ് എക്സ് ഓഫ് ടി നിന്ന് ഇ ഓഫ് എക്സ് ഓഫ് ടിയുടെ ഇക്വേഷൻ എന്താ? ഇ ഓഫ് എ ഇൻറ്റു എക്സ് ഓഫ് ടി എന്ത് വരും? എ കോസ് 50t പ്ലസ് തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഓഫ് എ ഇൻറ്റു, ഇവിടെ എയും തീറ്റയും എന്ത് റാൻഡം വേരിയബിൾസ്? ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ്. അപ്പോൾ അത് സെപ്പറേറ്റ് ചെയ്ത് എഴുതാമല്ലോ. ഇ ഓഫ് എ ഇൻറ്റു ഇ ഓഫ് കോസ് 50t പ്ലസ് തീറ്റ. ഇ ഓഫ് എ 0 ആണ്. അപ്പം ഇതെന്താവും? 0. അപ്പം ഇ ഓഫ് എക്സ് ഓഫ് ടി എന്തായി? ഒരു കോൺസ്റ്റൻ്റ് ആയി. ഇനി അടുത്ത് എന്ത് വേണം? ആർ എക്സസ് ഓഫ് ടി വൺ ടി ടു. ആർ എക്സസ് ഓഫ് ടി വൺ ടി ടുൻ്റെ ഇക്വേഷൻ ഇ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻറ്റു എക്സ് ഓഫ് ടി ടു. That is equal to E of A into cos 50 T1 plus theta into A cos 50 T2 plus theta. E of A into A square അപ്പം E of A square into E of cos 50 T1 plus theta into cos 50 T2 plus theta. E of A square എന്താ? 1. അപ്പം 1 into this term വരും. അപ്പം ഇതിനെ കോസ് എ കോസ് ബി നമുക്ക് എന്തെഴുതാൻ പറ്റും? 1/2 കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി. ഇവിടെ എ എന്ന് പറയുന്നത് 50 T1 പ്ലസ് തീറ്റ, ബി എന്ന് പറയുന്നത് 50 T2 പ്ലസ് തീറ്റ. അപ്പോൾ കോസ് എ പ്ലസ് ബി പ്ലസ് കോസ് എ മൈനസ് ബി. അപ്പോൾ 1/2 ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? അപ്പം 1/2 ഇൻറ്റു ഇ ഓഫ് കോസ് 50 T1 പ്ലസ് T2 ഇൻറ്റു 2 തീറ്റ പ്ലസ് കോസ് 50 T1 മൈനസ്
T2. ഇനി നമ്മൾ ഇവിടെ എന്ത് അപ്ലൈ ചെയ്യുന്നത്? എക്സ്പെക്റ്റേഷൻ. ഇവിടെ തീറ്റ എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ അല്ലേ ഉള്ളത്. തീറ്റ ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ഇ ഓഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത്? ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പം ഇവിടെ എക്സ് എന്ന് പറയുന്നത് cos 50 T1 plus T2 plus 2 theta into cos 50 into T1 minus T2 into f of theta എന്ന് പറയുന്നത് 1/2 pi into d theta. ഓക്കെ, അപ്പോൾ 1/4 pi കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ വരും. ഇവിടെ തീറ്റയുടെ കോഫിഷ്യൻ്റ് എന്ത് വരും? 2 വരും. ഇൻറ്റു ഇവിടെ ഇത് കോൺസ്റ്റൻ്റ് cos 50 into T1 minus T2 ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു ഡി തീറ്റ ആയതുകൊണ്ട് ഇവിടെ എന്ത് വേരിയബിൾ കൊടുക്കണം? തീറ്റ. ലിമിറ്റ് 0 to 2 pi. ഇപ്പോൾ 1/4 pi. ഇവിടെ ഫസ്റ്റ് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2 pi കൊടുക്കുമ്പോൾ സൈൻ ദിസ് എന്ന് പറയുന്നത് 0 ആവും. ഇതും എന്താവും? 0 ആവും. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഈ ടേമിൽ കൊടുക്കുമ്പോൾ cos 50 into T1 minus T2 into 2 pi. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്തായി പോകും? 0 ആവും. അപ്പോൾ അത് ക്യാൻസൽ ആകുമ്പോൾ എന്ത് കിട്ടും? 1/2 into cos 50 into T1 minus T2. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? തീറ്റ ഈസ് എ RXS of T1 T2 is a function of T1 minus T2. അപ്പോൾ x of t നേരത്തെ എക്സ്പെക്റ്റേഷൻ കോൺസ്റ്റൻ്റ് ആയിരുന്നു. RXS a function of T1 minus T2 ആയി. therefore x of t is a WSS process. ഓക്കെ, നെക്സ്റ്റ് ഡിസംബർ 2018 ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ റാൻഡം പ്രോസസ് x of t equal to a cos omega t plus b sin omega t where a and b are independent random variables with mean 0 and equal variance. Show that x of t is WSS. അപ്പം ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് അതുപോലെ ചെയ്താൽ മതി. ഓക്കെ, അവിടെ മൈനസ് ആയിരുന്നു, ഇവിടെ പ്ലസ് വന്നേ ഉള്ളൂ. അതുപോലെ അങ്ങ് ചെയ്താൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു പി പ്ലസ് ക്യൂ ടി ഇസ് എ റാൻഡം പ്രോസസ് വെയർ പി ആൻഡ് ക്യൂ ആർ ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ് വിത്ത് ഇ ഓഫ് പി ഈക്വൽ ടു പി, E of Q equal to Q, variance of P equal to sigma 1 square, variance of Q equal to sigma 2 square. Then find a mean, autocorrelation, autocovariance of the process. Okay. അപ്പോൾ ഫസ്റ്റ് ഇ ഓഫ് പി, പി ഓഫ് ക്യൂ, ക്യൂ വേരിയൻസ് ഓഫ് പി എന്ന് പറയുന്നത് സിഗ്മ 1 സ്ക്വയർ ആണ്. വേരിയൻസിൻ്റെ ഇക്വേഷൻ ഇ ഓഫ് പി സ്ക്വയർ മൈനസ് ഇ ഓഫ് പി ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ 1 സ്ക്വയർ. ഇ ഓഫ് പി ആര്? പി സ്ക്വയർ. അപ്പം ഇ ഓഫ് പി സ്ക്വയർ മൈനസ് പി സ്ക്വയർ ഈക്വൽ ടു സിഗ്മ 1 സ്ക്വയർ. ഇ ഓഫ് പി സ്ക്വയർ ഈക്വൽ ടു സിഗ്മ 1 സ്ക്വയർ പ്ലസ് പി സ്ക്വയർ. അതുപോലെ വേരിയൻസ് ഓഫ് ക്യൂ എന്ത് കിട്ടി? സിഗ്മ 2 സ്ക്വയർ ഉണ്ട്. ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേരിയൻസ് ഇ ഓഫ് ക്യൂ സ്ക്വയർ എന്ത് കിട്ടും? സിഗ്മ 2 സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഓക്കെ, അപ്പം വേരിയൻസ് ഓഫ് പിയും വേരിയൻസ് ഓഫ് ക്യൂവിൽ നിന്നും ഇ ഓഫ് പി സ്ക്വയറും ഇ ഓഫ് ക്യൂ സ്ക്വയറും കിട്ടി. ഇനി നമുക്ക് മീൻ ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. മീൻ്റെ ഇക്വേഷൻ എന്താ? ഇ ഓഫ് എക്സ് ഓഫ് ടി. ഇ ഓഫ് എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇ ഓഫ് പി പ്ലസ് ക്യൂ ടി. അപ്പം ഇ ഓഫ് പി പ്ലസ് ഇ ഓഫ് ക്യൂ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഓഫ് പി പ്ലസ് ടി ഇൻറ്റു ഇ ഓഫ് ക്യൂ. ഇ ഓഫ് പി പി, ഇ ഓഫ് ക്യൂ ക്യൂ. അപ്പോൾ ഇ ഓഫ് എക്സ് ഓഫ് ടി എന്ത് കിട്ടി? പി പ്ലസ് ടി ക്യൂ. അടുത്തത് വേരിയൻസ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, ചെയ്തതേ ഉള്ളൂ. വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇ ഓഫ് എക്സ് സ്ക്വയർ ടി മൈനസ് ഇ ഓഫ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ. അപ്പം ഇ ഓഫ് എക്സ് സ്ക്വയർ ടി എന്ത് വരും? ഇ ഓഫ് പി പ്ലസ് ക്യൂ ടി ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് പി സ്ക്വയർ പ്ലസ് 2p ക്യൂ ടി പ്ലസ് ക്യൂ സ്ക്വയർ ടി സ്ക്വയർ. അപ്പം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഇ ഓഫ് പി സ്ക്വയർ പ്ലസ് 2t ഇൻറ്റു ഇ ഓഫ് പി ക്യൂ പ്ലസ് ഇ ഓഫ് ക്യൂ സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ. ഇ ഓഫ് പി സ്ക്വയർ ആര്? സിഗ്മ 1 സ്ക്വയർ പ്ലസ് പി സ്ക്വയർ പ്ലസ് 2t ഇൻറ്റു ഇ ഓഫ് പി ക്യൂവിന് ഇ ഓഫ് പി ഇൻറ്റു ഇ ഓഫ് ക്യൂ എന്ന് എഴുതിക്കൂടെ? പിയും ക്യൂവും ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസാണ്. പ്ലസ് ഇതിൻ്റെ വാല്യൂ കൊടുക്കുന്നു 2 സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ 1 സ്ക്വയർ പ്ലസ് പി സ്ക്വയർ പ്ലസ് 2t ഇ ഓഫ് പി ഇൻറ്റു ഇ ഓഫ് ക്യൂ, ഇ ഓഫ് പി പി, ഇ ഓഫ് ക്യൂ ക്യൂ പ്ലസ് സിഗ്മ 2 സ്ക്വയർ ടി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ ടി സ്ക്വയർ. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് ഓഫ് ടിയിൽ ഇ ഓഫ് എക്സ് സ്ക്വയർ ടി മൈനസ് ഇ ഓഫ് എക്സ് ഓഫ് ടി ദ ഹോൾ സ്ക്വയർ. ഇവിടെ ഇത് എക്സ്പാൻഡ് ചെയ്യും. പി സ്ക്വയർ പ്ലസ് 2t ക്യൂ പി പ്ലസ് ടി സ്ക്വയർ ക്യൂ സ്ക്വയർ. ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സിഗ്മ 1 സ്ക്വയർ പ്ലസ് സിഗ്മ 2 സ്ക്വയർ ഇൻറ്റു ടി സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് ഓട്ടോ കോറിലേഷൻ. ഓട്ടോ കോറിലേഷൻ്റെ ഇക്വേഷൻ എന്താ? ആർ എക്സസ് ഓഫ് ടി 1 d2 ഈക്വൽ ടു ഇ ഓഫ് എക്സ് ഓഫ് ടി 1 ഇൻറ്റു എക്സ് ഓഫ് ടി 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഓഫ് പി പ്ലസ് ക്യൂ ടി 1 ഇൻറ്റു പി പ്ലസ് ക്യൂ ടി 2. ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അപ്പോൾ പി സ്ക്വയർ പ്ലസ് പി ക്യൂ ടി 2 പ്ലസ് പി ക്യൂ ടി 1 പ്ലസ് ക്യൂ സ്ക്വയർ ടി 1 ടി 2. എക്സ്പെക്ടേഷൻ കൊടുക്കുന്നത് അപ്പോൾ ഇ ഓഫ് പി സ്ക്വയർ പ്ലസ് ടി 2 ഇ ഓഫ് പി ക്യൂ പ്ലസ് ടി 1 ഇ ഓഫ് പി ക്യൂ പ്ലസ് ടി 1 ടി 2 ഇ ഓഫ് ക്യൂ സ്ക്വയർ. അപ്പോൾ സിഗ്മ 1 സ്ക്വയർ പ്ലസ് പി സ്ക്വയർ പ്ലസ് ടി 2 ഇൻറ്റു ഇ ഓഫ് പി ഇൻറ്റു ഇ ഓഫ് ക്യൂ. അത് പി ക്യൂ ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് ടി 2 ഇൻറ്റു ഇ ഓഫ് പി ഇൻറ്റു ഇ ഓഫ് ക്യൂ പ്ലസ് ടി 1 ടി 2 ഇൻറ്റു സിഗ്മ സ്ക്വയർ 2 സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. എന്നിട്ട് എന്ത് ചെയ്ത് നമ്മളവിടെ വാല്യൂ കൊടുത്ത് ഇ ഓഫ് പിയുടെ വാല്യൂ പിയും ഇ ഓഫ് ക്യൂവിൻ്റെ വാല്യൂ ക്യൂവും കൊടുത്ത് ഇവിടെ രണ്ടിടത്തും വാല്യൂ കൊടുത്ത് എന്നിട്ടത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് എഴുതുക. അപ്പോൾ സിഗ്മ 1 സ്ക്വയർ പ്ലസ് ടി 1 ടി 2 സിഗ്മ 2 സ്ക്വയർ പ്ലസ് പി സ്ക്വയർ ടി 1 ടി 2 ക്യൂ സ്ക്വയർ പ്ലസ് പി ക്യൂ ടി 2 പ്ലസ് ടി 1 ടി 2 പ്ലസ് ടി 1. Then
സി എക്സസ് ഓഫ് ടി വൺ ടി ടു ഈക്വൽ ടു ആർ എക്സസ് ഓഫ് ടി വൺ ടി ടു മൈനസ് ഇ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻറ്റു ഇ ഓഫ് എക്സ് ഓഫ് ടി ടു ദറ്റ് ഈസ് ഈക്വൽ ടു വാല്യൂ കൊടുത്ത് ആർ എക്സസ് ഓഫ് ടി വൺ ടി ടുവിൻ്റെ വാല്യൂ മൈനസ് ഇ ഓഫ് എക്സ് ഓഫ് ടി വൺ ഇൻറ്റു ഇ ഓഫ് എക്സ് ഓഫ് ടി ടു. അവിടെ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സിഗ്മ സ്ക്വയർ പ്ലസ് ടി വൺ ടി ടു സിഗ്മ ടു സ്ക്വയർ പ്ലസ് പി സ്ക്വയർ പ്ലസ് ടി വൺ ടി ടു ക്യൂ സ്ക്വയർ പ്ലസ് പി ക്യൂ ടി വൺ പ്ലസ് പി ക്യൂ ടി ടു മൈനസ് പി സ്ക്വയർ മൈനസ് പി ടി ടു മൈനസ് പി ക്യൂ ടി വൺ മൈനസ് ടി വൺ ടി ടു ക്യൂ സ്ക്വയർ. ഇത് സെയിം ടേംസ് ഉണ്ട്, അത് ക്യാൻസലായി പോവും, ഓപ്പോസിറ്റ് സൈൻസ് ഉള്ളത്. അപ്പോൾ സിഗ്മ സ്ക്വയർ പ്ലസ് ടി വൺ ടി ടു സിഗ്മ ടു സ്ക്വയർ. അപ്പോൾ നമ്മൾ ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് റിവൈസ് ചെയ്തത്. ഇതിനകത്ത് ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, അതും ഇനിയൊരു 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ ഉണ്ട്. അതെല്ലാം കൂടെ നെക്സ്റ്റ് വീഡിയോയിൽ സോൾവ് ചെയ്ത് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.